നമസ്കാരം. നമുക്ക് കുറച്ച് മലയാളം PYQs നോക്കാം. ആദ്യത്തെ ചോദ്യം, ശ്ലഷ്ണ ശില്പാശലം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? ഉത്തരം, ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. ശ്ലഷ്ണശിലാശില്പം, ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. പദചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ. പിരിച്ചെഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അന്ത്യം പ്ലസ് ഇൽ ആണ് അന്ത്യത്തിൽ. അന്ത്യം പ്ലസ് ഇൽ അന്ത്യത്തിൽ. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം അവസാനിപ്പിക്കുക. ശരിയായ പദം ഏത്? കൈച്ചെലവ്. ചെലവ്, ചിലവ് എന്നല്ല ചെലവ് എന്നാണ് പറയുന്നത്. കൈച്ചെലവ്. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ചേർത്ത് എഴുതുക. ഉത് പ്ലസ് മുഖം ഉന്മുഖമാണ്. ഉത് പ്ലസ് മുഖം ഉന്മുഖം. വിനയച്ചത്തിന് ഉദാഹരണം എഴുതുക. കാണാൻ പോയി. കാണാൻ പോയി എന്നതാണ് വിനയച്ചത്തിന് ഉദാഹരണം. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏത്? ഇതിൽ അന്നവുമായി ബന്ധമുള്ള, അന്നം പറഞ്ഞ ഭക്ഷണമാണല്ലോ. ഊണിന് കൃത്യം, വാക്കിന് സത്യം. അടുത്തത്, നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. സദയം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതം സദയം. വേദപാരംഗതൻ. ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിൽ പാരംഗതനായവനാണ് വേദപാരംഗതൻ. അടുത്തത്, പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണമാണ് പിഞ്ഞാണവർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ചുരുക്കി പറയുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം എന്താ? എങ്ങനെയെങ്കിലും. എങ്ങനെയെങ്കിലും നേടിയ വിജയമാണ് വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്. പൂരണി തദ്ധിതം ഏത്? ഒന്നാമൻ. ഒന്നാമനാണ് പൂരണി തദ്ധിതം. യഥാവിധി വിഗ്രഹിച്ച് എഴുതുക. വിധി എങ്ങനെയോ അങ്ങനെ. യഥാവിധി എന്ന് പറഞ്ഞാൽ വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം ഏത്? കയ്യാമം. കയ്യാമം എന്ന് ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്, കയ്യാമം. പിരിച്ചെഴുതുക. കണ്ണീർ പാടം. കണ്ണീർ പ്ലസ് പാടമാണ് കണ്ണീർ പാടം. കണ്ണീർ പ്ലസ് പാടമാണ് കണ്ണീർ പാടം. കണ്ണീർ. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ണീറിന് 2 ണ ഉണ്ട്. പാടത്തിൻ്റെ ഒരു പായാണ് കുറവുള്ളത്. കണ്ണീർ പ്ലസ് പാടം, കണ്ണീർ പാടം. ചേർത്ത് എഴുതുമ്പോൾ 2 പ വരുന്നുണ്ട്. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം എഴുതുക. സന്തോഷപ്രദമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത്. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100-ന് 90% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ആലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പണിക്കാർ. മലയാളത്തിലുള്ളത് 2 രൂപങ്ങളാണ്, ഏകവചനം, ബഹുവചനം. അതിന് ബഹുവചനത്തെ അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കേട്ടാൽ അതിൽ ലിംഗം തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ അലിംഗ പണിക്കാർ എന്ന് പറഞ്ഞത് അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അലിംഗ ബഹുവചനത്തിൽ പെടുന്നു. ഇരുട്ടത്തെ കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപമാണ് താഴെ കൊടുക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുത്ത്. കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നാണ്. ഇതൊക്കെ വാക്യശുദ്ധിയുടെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി നമുക്ക് ശരിയെന്ന്, അതായത് നമുക്ക് വായിച്ച ശരിയായ അർത്ഥം കിട്ടുന്നത് നോക്കി എഴുതുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം, സ്വച്ഛന്തം, സ്വച്ഛന്തം. ഇതിൽ ഓപ്ഷൻ ഡി, ഓപ്ഷൻ 2ാമത്തെയാണ് സ്വച്ഛന്തമാണ് ശരിയായുള്ളത്. സ്വച്ഛന്തം. 2 ച വരുന്നുണ്ട്. അച്ഛൻ എന്നതിൻ്റെ ചായും എന്താ? സ്വച്ഛന്തം. രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകളാണ്. രുതിരം, നിണം എന്നിവയാണ് രക്തത്തിൻ്റെ പര്യായം. പിണം, ബധിരം രക്തത്തിൻ്റെ പര്യായങ്ങളല്ല. പിണം, ബധിരം, രുതിരം, നിണം എന്നിവയാണ് രക്തത്തിൻ്റെ പര്യായം. ഊട്ടിനു മുൻപും ചൂട്ടിനു പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കാര്യം നോക്കി പെരുമാറുക. ഊട്ടിനു മുൻപും ചൂട്ടിനു പിറകും എന്നതിന് കാര്യം നോക്കി പെരുമാറുക എന്നാണ് അർത്ഥം വരുന്നത്. ഊട്ടിനു മുൻപും ചൂട്ടിനു പിറകും. കാര്യം നോക്കി പെരുമാറുക. തുലാം പ്ലസ് ഇൻ്റെ ചേർത്ത് എഴുതിയാൽ തുലാത്തിൻ്റെ എന്നാണ്. തുലാം പ്ലസ് ഇൻ്റെ തുലാത്തിൻ്റെ. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം അപരാധകയാണ്. അപരാധി, അപരാധക. ശ്രദ്ധിക്കുക, അപരാധികയല്ല അപരാധക. പൂജക ബഹുവചന രൂപം കണ്ടെത്തുക. വൈദ്യർ. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ വൈദ്യർ എന്നതാണ് ഇവിടെ വരുന്നത്. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. അപ്പോൾ മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ്. മരം എന്ന് വരുന്നില്ല, മര പ്ലസ് കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റ പദമാക്കിയാൽ ശരത് ചന്ദ്രൻ. ശരത് ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യം.
സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം പാരതന്ത്ര്യം. കരി എന്നർത്ഥമുള്ള പദം ഇൻകാലം. ഇൻകാലം എന്ന് പറഞ്ഞാൽ കരി എന്നാണ്. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏത്? ഭഗീരഥ പ്രയത്നമാണ് ഹെർക്കുലിയൻ ടാസ്ക്. തദൈവ എന്ന പദം തിരിച്ചെഴുതിയാൽ തഥാ പ്ലസ് ഏവയാണ് തദൈവ. പൂജക ബഹുവചന പദജോടി ഏത്? ഗുരുക്കന്മാർ, അധ്യാപകർ. ഇതിൽ അധ്യാപകർ പൂജക ബഹുവചനമല്ല. അമ്മമാർ, ദമ്പതികൾ. ഇതിൽ ഉത്തരം വരുന്നത് കാരണവർ, വൈദ്യർ എന്നൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ബഹുമാനപൂർവ്വം സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അടുത്ത് എപ്പോഴും കൂടി നടക്കുന്നയാൾ. ഒറ്റപ്പദം ഏത്? സന്തത സഹചാരി. എപ്പോഴും കൂടി നടക്കുന്നയാൾ സന്തത സഹചാരി. മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലി പഞ്ചായത്ത് പറയുക. മാധ്യസ്ഥം പറയുക എന്നർത്ഥം വരുന്ന ശൈലി പഞ്ചായത്ത് പറയുക. തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെ? ഇതിൽ 1ഉം 2ഉം തെറ്റാണ്. വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? ആഭിമുഖ്യം. ആഭിമുഖ്യമാണ് വൈമുഖ്യത്തിൻ്റെ വിപരീതം. വൈമുഖ്യം വിപരീതം ആഭിമുഖ്യം. ശരിയായ പദം ഏത്? പാദസരമാണ് ശരിയായ പദം. ഇതിൽ യാദൃച്ഛികം, യാദൃച്ഛികത്തിൻ്റെ അച്ഛൻ എന്നെഴുതുമ്പോൾ എഴുതുന്ന ച ആണ്. പതിവ്രത, പതിവ്രതയാണ്, വൃതയല്ല, പതിവ്രത. പെട്ടെന്ന്, പെട്ടെന്നാണ്, പെട്ടെന്നല്ല, പെട്ടെന്ന്. പ്രസാദകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം പ്രസാദികയാണ്. പ്രസാദകൻ, പ്രസാദിക. പ്രയതി സമാന പദം ഏത്? പ്രയതി ദാനം, പ്രയതി ദാനം. ശരിയായ പദം കണ്ടെത്തുക. അനാരതം. അനാരതം എന്നാണ് ശരിയായ പദം. അനാരതം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുകരണശീലമാണ്. ഗതാനുഗതിക ന്യായം. ശരിയായ വാക്യം എഴുതുക. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം പ്രതിഷ്ഠാപകനാണ്. പ്രതിഷ്ഠിക്കുന്നവൻ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം പ്രതിഷ്ഠാപകൻ. തിക്തം വിപരീത പദം മധുരം. തിക്തമായ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കയ്പേറിയ ഓർമ്മകൾ. അപ്പോൾ തിക്തം എന്നതിൻ്റെ വിപരീത പദം മധുരം. ജനനിബിഡം വിഗ്രഹിക്കുക. ജനങ്ങളാൽ നിബിഡമായതാണ് ജനനിബിഡം. ജനങ്ങളാൽ നിബിഡമായത് ജനനിബിഡം. തജ്ജീവിതം പിരിച്ചെഴുതുക. തത് പ്ലസ് ജീവിതമാണ് തജ്ജീവിതം. തത് പ്ലസ് ജീവിതം തജ്ജീവിതം. ധന്യം പര്യായ പദം ഏത്? മരുഭൂമി. ധന്യം പര്യായ പദം മരുഭൂമി. ധന്യം മരുഭൂമി. കോവിഡിനു ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം കണ്ടെത്തുക. കോവിഡ് അനന്തരം. കോവിഡ് അനന്തരം എന്നാണ്. നമ്മൾ പൊതുവെ കോവിഡാനന്തരം എന്ന് പറയാറുണ്ട്, പക്ഷേ കോവിഡ് അനന്തരം എന്നാണ് ശരിയായ വാക്ക്. സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക. ദിശാബോധം സമാന പദം ലക്ഷ്യബോധമാണ്. ONV കുറിപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇരുവരെയും എന്ത് വിളിക്കാം? പുരസ്കൃതർ. പുരസ്കൃതർ എന്നാണ് പുരസ്കാരം ലഭിച്ചവരെ വിളിക്കുന്നത്. പുരസ്കൃതർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങൾ ശരിയായത് ഏത്? സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരു വിദേശ രാഷ്ട്രത്തലവനെ അതിഥിയായി ക്ഷണിക്കാറുണ്ട്. അതാണ് അതിഥി. അതിഥിയുടെ അതാണ് തീയതിയുടെ താണ് അതിഥിക്ക്. നോക്കുക. താഴെ പറയുന്നവകളിൽ ത്യാജ്യം എന്നതിൻ്റെ വിപരീത പദം ഗ്രാഹ്യം. ത്യാജ്യം വിപരീതം ഗ്രാഹ്യം. പുത്രമിത്രാർത്ഥകൾ അത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ ധനം എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? അർത്ഥം. അർത്ഥമാണ് ഇവിടെ ധനം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് ഴാങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയം ചേർന്ന പദം ഏതാണ്? തെറ്റുകുറ്റങ്ങൾ. തെറ്റുകുറ്റങ്ങൾ ആണ് ഇത്. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ. ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ അടിവരയിട്ട പദത്തിൻ്റെ എതിർലിംഗ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ കവിയുടെ എതിർലിംഗം എഴുതാനാണ് കവയിത്രി. കവയിത്രിയാണ് കവി എന്നുള്ളതിൻ്റെ എതിർലിംഗം. റിയോയിലും ടോക്കിയോയിലും വഴുതിമാറിയ സ്വർണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന് PV സിന്ധു. അടിവരയിട്ട ഭാഗത്തിന് പകരമായി ഉപയോഗിക്കുന്നത്. വരുതിയിലാക്കുമെന്നതിന് നേടിയെടുക്കുമെന്നാണ് പകരം പദം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ്. മറ്റുള്ളതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതുക. വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അടിവരയിട്ട പദത്തിന് യോജിച്ചതിന് തിരഞ്ഞെടുക്കുക. റൊമാൻറ്റിക് പോയറ്റ് എന്നുള്ളതിന് മലയാളത്തിൽ കാൽപ്പനിക കവി എന്ന് പറയും. അപ്പോൾ റൊമാൻറ്റിക് പോയറ്റ്, കാൽപ്പനിക കവി. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ഇന്നലെ നടന്നു. ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ഇന്നലെ നടന്നു. അപ്പോൾ അനാച്ഛാദനം, അർദ്ധകായ പ്രതിമ എന്നൊക്കെ വേർഡ്സിൻ്റെ ലെറ്റേഴ്സ് നോക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിണ്ടലം.
വിൻ പ്ലസ് തലമാണ് വിൻതലം. അപ്പോൾ ആണ് ശരി. ഭാരതം ദർശിച്ച മഹാന്മാരായ മനുഷ്യകളിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. ഈ വാക്യത്തിൽ പൂജക ബഹുവചനം ചേർന്ന് വരുന്ന പദം ഏതാണ്? വിവേകാനന്ദ സ്വാമികൾ. വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വമാണ് വിവേകാനന്ദ സ്വാമികൾ എന്ന് വിളിക്കുന്നത്. പരസ്പരം ചെണ്ട പൊട്ടിക്കുകയല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യേണ്ടത്. അടിവരയിട്ട പദത്തിന് യോജിച്ച് തിരഞ്ഞെടുക്കുക. ഇവിടെ ചെണ്ട കൊട്ടിക്കുക എന്നുള്ളതിന് പകരം പദം കളിയാക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക മീൻസ് കളിയാക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരേ സന്ധി വരുന്ന പദങ്ങൾ മാത്രം ഉൾപ്പെട്ട പട്ടിക ഏത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. തലക്കെട്ട്, താമരക്കുളം, പണിപ്പുര, തീക്കനൽ. ഇത് ദ്വിത്വസന്ധിയാണ് വരുന്നത്. അതായത് ഒരു വർണ്ണം കൂടി വരുന്നു ചേർത്ത് എഴുതുമ്പോൾ. തല പ്ലസ് കെട്ട് എഴുതുമ്പോൾ കെട്ട്, തല കെട്ടാവുന്നു. അതുപോലെ താമര പ്ലസ് കുളം, താമരക്കുളം. ഇരട്ടിച്ച് വരുന്നു. പണി പ്ലസ് പുര, പണിപ്പുര. തീ പ്ലസ് കനൽ, തീക്കനൽ. അങ്ങനെ വർണ്ണം ഇരട്ടിച്ച് വരുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അടുത്തത് ദേശീയപാതാ വികസനം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇവിടെ പ്രധാനമന്ത്രി സ്വീകർത്താവാണ് എങ്കിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? പ്രേക്ഷകൻ. അപ്പോൾ പ്രേക്ഷകൻ്റെ ശ്രദ്ധിക്കണം. പ്രേക്ഷകനാണെങ്കിൽ അത് കാണുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇത് പ്രേക്ഷിതൻ, അയക്കുന്നവൻ. The question came from the homeopath. The topic came up when we are discussing snakes. We listened attentively as the doctor continued with the day. We listened attentively. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ഒരു കഥ വിവരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ. അടുത്തത് ഒറ്റവാക്യമായി എഴുതുക. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? കോരൻ ചോദിച്ചു. ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ്. അതിനെ ഒറ്റ വാക്യമാക്കി എഴുതാനാണ് എഴുതുന്നത്. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരൻ ചിന്തിച്ചു. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വിധിച്ച കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. മറ്റേലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. സമ്രാട്ട് എന്നാണ് ശരിയായ രൂപം. ഇത് ഇടയ്ക്ക് പലപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പോൾ സമ്രാട്ട് നോക്കി വയ്ക്കുക. സാമ്രാട്ടല്ല സമ്രാട്ട്. സാക്ക് ദീർഘം വരുന്നില്ല. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൊന്നപ്പൂവ് എന്ന് അർത്ഥം വരുന്ന പദമേത്? കർണികാരം. കൊന്നപ്പൂവ് എന്നർത്ഥം വരുന്നത് കർണികാരം. ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദമേത്? ആഹാരാദികൾ. ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദമാണ് ആഹാരാദികൾ. കൈകാലുകൾ, സുഖദുഃഖങ്ങൾ, മാതാപിതാക്കൾ എന്നിവയൊക്കെ ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടുന്ന പദമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. വാക്യം 1 ആണ് ശരി. ദിനം പ്രതി യശസ്സ് വർദ്ധിച്ചു വരുന്നു. ദിവസം തോറും യശസ്സ് വർദ്ധിച്ചു വരുന്നു. 2 ശരിയായ വാക്യങ്ങളാണ്. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ദുർഗ്രഹമാണ്. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ദീപാവളി കുളിക്കുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ഇതെപ്പോഴും ക്വസ്റ്റ്യൻ വരാനുള്ള പദം ദീപാവളി കുളിക്കുക, ആവശ്യമില്ലാതെ ചെലവഴിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പദമേത്? വിദുഷി. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം പശ്ചാത്ഗതിയാണ്. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം. പുരോഗതി എന്നതിൻ്റെ വിപരീതം അധോഗതിയല്ല, പശ്ചാത്ഗതി. ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഗുരുക്കൾ പൂജക ബഹുവചനമാണ്. അതൊരു വ്യക്തിയാണ്. അപ്പം അവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ബഹുവചന രൂപം ഉപയോഗിക്കുന്നത്. ഇത് പൂജക ബഹുവചനം. ഗുരുക്കൾ ഒരു വ്യക്തിയാണ്. അമ്മാതിരി എന്ന പദം പിരിച്ചെഴുതുന്നതിന് ആ പ്ലസ് മാതിരിയാണ് അമ്മാതിരി. ആ പ്ലസ് മാതിരി അമ്മാതിരി. ഐ ഫോർ എൻ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള രൂപം തിരഞ്ഞെടുക്കുക. ഉരുളക്കുപ്പേരിയാണ് ഐ ഫോർ എൻ ഐ. കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഉരുളക്കുപ്പേരി. സ്ഫുടതാരകൾ കൂടിയിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പതിനേക ഹേതു വന്നിടയാമേതു മഹാവിപത്തിലും. ഈ വരികളിൽ ദുഃഖം എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഇടറാണ് ദുഃഖം എന്നർത്ഥം വരുന്നത്. ദുഃഖം എന്നതിൻ്റെ പര്യായമാണ് ഇടർ. വടി കൊണ്ട് അടിച്ചു. ഇവിടെ കൊണ്ട് എന്ന ശബ്ദം ഏത് പദവിഭാഗത്തിൽപ്പെടുന്നു? ഗതി. വടി കൊണ്ട് അടിച്ചു, ഗതി. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതിയാൽ തൻ പ്ലസ് താറാണ് തൻടാർ. ഇത് ഇടയ്ക്ക് ചോദിച്ചു വരുന്ന വാക്കാണ്. തൻ പ്ലസ് താർ തൻടാർ. തൻ പ്ലസ് താർ തൻടാർ. അപ്പോൾ തൻ എന്നതിൻ്റെ എൻ ശ്രദ്ധിക്കുക. പ്ലസ് താർ തൻടാർ. തൻ പ്ലസ് താർ തൻടാർ. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന ശരിയായ പദം അസന്ദിഗ്ധം. അസന്ദിഗ്ധമാണ് സംശയമില്ലാത്തത്. അസന്ദിഗ്ധം. ചക്കപ്പഴം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി ചെയ്യുമ്പോൾ പുതുതായി വരുന്ന വർണ്ണം ഏതാണ്? പകാരം. ചക്കപ്പഴം. ചക്ക പ്ലസ് പഴം പിരിച്ചെഴുതിയിട്ട് പുതുതായി ചേർക്കുമ്പോൾ വരുന്ന വർണ്ണം ചക്ക പ്ലസ് പഴം, ചക്കപ്പഴം. പായരട്ടിക്കുന്നു. കാൽ നഖീന്തു മരീചികൾ. ഈ സമസ്ത പദത്തിന് വിപുലീകരിച്ച രൂപമേത്? കാൽ നഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ.
കാൽ നഖീന്ദു മരീചികൾ, കാൽ നഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏത്? രമയ്ക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നത് ഉദ്ദേശിക വിഭക്തി പ്രത്യയം വരുന്ന പദം രമയ്ക്ക്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നാമവിശേഷണം ചേർന്ന വാക്യം ഏതാണ്? സ്വർണ്ണക്കമ്മൽ അണിഞ്ഞു, സ്വർണ്ണക്കമ്മൽ അണിഞ്ഞു. വാക്യം 2. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുക്കിനു കൗതുകം. ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം എന്ത്? നന്മയിലും തിന്മയും മാത്രം കാണുന്നവർ എന്നാണ് ആശയം വരുന്നത്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുക്കിനു കൗതുകം. ഈ ചൊല്ലിൽ തെളിയുന്ന ആശയം നന്മയിലും തിന്മയും മാത്രം കാണുന്നവൻ എന്നർത്ഥമാണ്. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദമാണ് ഗുർവി. ഗുരു, ഗുർവി. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം ചികീർഷ. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദമാണ് സാരസം. താമരപ്പൂവ് എന്നർത്ഥം വരുന്നത് സാരസം. ധനുസ് പ്ലസ് പാണി ചേർത്തെഴുതിയാൽ ധനുഷ് പാണി. ധനുസ് പ്ലസ് പാണി ചേർത്തെഴുതുമ്പോൾ ധനുഷ് പാണി. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് ഹരണമാണ് ഉദ്ധരണം. ഉത് പ്ലസ് ഹരണം ഉദ്ധരണം. ഉന്മീലനം എന്നതിൻ്റെ വിപരീത പദം നിമീലനമാണ്. ഉന്മീലനം എന്നതിൻ്റെ വിപരീത പദം നിമീലനം. ശരിയായ വാക്യം കണ്ടെത്തുക. തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൽമുടി കാണാൻ എന്തൊരഴക്. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ചതിക്കാൻ സഹായിക്കുന്നവൻ. അഞ്ചാം പത്തി എന്നത് ശൈലിയുടെ അർത്ഥം ചതിക്കാൻ സഹായിക്കുന്നവൻ എന്നാണ്. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ അവൻ പതുക്കെ പറഞ്ഞു. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ പറഞ്ഞു. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന് വരുന്നു. ഈ പഴമൊഴിയുടെ അർത്ഥം എന്താ? രണ്ടും പോകില്ല. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന് വരുന്നു, രണ്ടും പോകില്ല. ശരിയായ പദമേത്? യാദൃച്ഛികം. ശരിയായ പദം യാദൃച്ഛികം. ശ്രദ്ധിക്കുക, അച്ഛൻ എന്നുള്ളതിൻ്റെ ചാണ് യാദൃച്ഛികത്തിന് വരുന്നത്. ശരിയായ വാക്യമേത്? ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. മറ്റേതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ദ ഗേൾ ലുക്സ് ലൈക്സ് ഹെർ മദർ. ഉചിതമായ മലയാള പരിഭാഷ ഏത്? ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ്. ഒറ്റപ്പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. വിവക്ഷിതമാണ് പറയാൻ ഉദ്ദേശിച്ചത്. കഴുത്ത് എന്നർത്ഥം വരുന്ന പദം കന്തരം. അപ്പം എന്താ കന്തരമാണ് കഴുത്ത്. ഫസ്റ്റത്തെ കന്തരം വരുന്നത് ഗുഹ. ഗുഹയ്ക്ക് ഈ കന്തരമാണ് എഴുതുന്നത്. ഇത് കഴുത്ത് കന്തരം. വിപരീത പദം എഴുതുക. അഗ്രജൻ. അഗ്രജൻ ജ്യേഷ്ഠൻ എന്നർത്ഥം വരുന്നു. അവരജൻ. അഗ്രജൻ വിപരീതം അവരജൻ. ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി കിണറ്റിലെ തവള. കിണറ്റിലെ തവള. ലോകസ്ഥിതി അറിയാത്തവരാണ് കിണറ്റിലെ തവള. കിണറ്റിലെ തവള. സ്ത്രീലിംഗം എഴുതുക. നേതാവ്. നേതാവിൻ്റെ സ്ത്രീലിംഗം നേത്രി. സ്ത്രീലിംഗം എഴുതുക. നേതാവ് നേത്രി. രാജ്യം പ്ലസ് എ ചേർത്തെഴുതുക. രാജ്യത്തെ. രാജ്യം പ്ലസ് എ ആണ് ചേർത്തുക. രാജ്യത്തെ. അപ്പോൾ രാജ്യത്തെ എന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ രാജ്യം പ്ലസ് എ ആണ് രാജ്യത്തെ. അവൻ പിരിച്ചെഴുതുക. ആ പ്ലസ് അൻ ആണ് അവൻ. ആ പ്ലസ് അൻ ആണ് അവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം എഴുതുക. യൗവനം. യൗവനം ശരിയായത് യൗവനം. ഓരോ താഴെ പറയുന്നതിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? 3 മാത്രമാണ് ശരിയായ വാക്യം വരുന്നത്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. മറ്റേതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ വായിച്ച് നോക്കുക. ഇപ്പോൾ ഒക്കെ വായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ആൻസർ മാത്രം വായിച്ചു പോകുന്നത്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗ്ല വാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്? കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അയൺ അതായത് ഇരുമ്പിന് ചൂടുള്ളപ്പോൾ അടിക്കാനാണ് പറഞ്ഞത്. എന്നാൽ മാത്രമേ അത് പരക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലിയാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം പ്രേഷിതാവ്. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ പ്രേഷിതാവ്. ശ്രദ്ധിക്കണം. ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം നിടിലം. തമസ്, ദ്വാന്തം, അന്ധകാരം എന്നിവയ്ക്ക് ഇരുട്ടാണ്. തമസ്, ദ്വാന്തം, അന്ധകാരം എന്നിവ ഇരുട്ടിൻ്റെ പര്യായങ്ങളാണ്. ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഭീരു. ധീരൻ വിപരീതം ഭീരു. തത്വം പിരിച്ചെഴുതിയവരിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. തത് പ്ലസ് ത്വമാണ് തത്വം. തത് പ്ലസ് ത്വമാണ് തത് പ്ലസ് ത്വം തത്വം. കവി എന്ന നാമരൂപത്തിന് സ്ത്രീലിംഗം എഴുതുക. കവിയിത്രിയാണ്. കവി കവയിത്രി. കവി കവയിത്രി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ. കല്യാണത്തിനുള്ള പന്തലാണ് കല്യാണപ്പന്തൽ. കല്യാണത്തിനുള്ള പന്തൽ കല്യാണപ്പന്തൽ. താഴെ തന്നിട്ടുള്ള ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏത്? മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. അടുത്തത് ലിവ് ഇൻ ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവ് ഇൻ ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നവോത്ഥാനം പിരിച്ചെഴുതുക. നവ പ്ലസ് ഉത്ഥാനമാണ് നവോത്ഥാനം.
നവോത്ഥാനം. നവോത്ഥാനം നവ പ്ലസ് ഉത്ഥാനം നവോത്ഥാനം. ദൃഢം. ദൃഢം വിപരീത പദം. ശിഥിലം. ശിഥിലമായത് ദൃഢമായത്. ദൃഢം ശിഥിലം. ശരിയായ പദം എടുത്തെഴുതുക. കവയിത്രി. വാരി പര്യായ പദമായി വരുന്ന വാക്ക് വാരി. ജലം. വാരി ജലം. കുളിക്കാതെ ഈറനൊടുക്കുക. ഈ മലയാള ശൈലിയുടെ അർത്ഥം കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. കുളിക്കാതെ ഈറനൊടുക്കുക. കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര. ഏകവചന രൂപം വൈദ്യർ. മറ്റേതെല്ലാം ഋതുക്കൾ, മനുഷ്യർ, വൃത്തിയരെല്ലാം ബഹുവചനമാണ്. വൈദ്യർ ഒരു വ്യക്തിയാണ്. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു. പ്രഭു പ്രഭി. പ്രഭു സ്ത്രീലിംഗം പ്രഭി. പ്രഭി പ്രഭു പ്രഭി. ശരിയായ ഉത്തരം എഴുതുക. ഇതിൽ 2 ശരി വരുന്നുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. വിപരീത പദം കണ്ടെത്തുക. പശ്ചിമ വിപരീതം പൂർവ്വം. പശ്ചിമം പറഞ്ഞാൽ പടിഞ്ഞാറ്, പൂർവ്വം കിഴക്ക്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ചേർത്തെഴുതുക. സു പ്ലസ് ആഗതം സ്വാഗതം. സു പ്ലസ് ആഗതമാണ് സ്വാഗതം. സു പ്ലസ് ആഗതം സ്വാഗതം. സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. മഹതി. പിഷാരടി ഭവാൻ ഹസ്തി. മഹതിയാണ് സ്ത്രീലിംഗം. വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രയമില്ലാതാകുക. വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രയമില്ലാതാകുക. സമാന പദം കണ്ടെത്തുക. ജനകൻ പിതാവ്. ജനകൻ പിതാവ്. തനയൻ സുതനൊക്കെ പുത്രനാണ്. പുത്രനുള്ളത് മകൻ. ജാമാതാവ് എന്ന് പറയുന്നത് മരുമകൻ. മകളുടെ ഭർത്താവാണ് ജാമാതാവ്. പ്രോസസ്സ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ നടപടികൾ. പ്രോസസ്സ് നടപടികൾ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. അഞ്ജലി. ഇതിൽ അഞ്ജലി ശരിയായ പദം അഞ്ജലി. ചേർന്നിരുന്നത് ഞാൻ ആദ്യം അഞ്ജലി. പിരിച്ചെഴുതുക. വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി വിദ്യുത് ശക്തി. ശരിയായ പര്യായ ശബ്ദം തിരിച്ചറിയുക. ആന. ഗജം ആന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക എന്നാണ് ശരിയായ ഉത്തരം. ഇവിടെ ചെണ്ട കൊട്ടിക്കുക പറഞ്ഞാൽ കളിയാക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക, ദീപാവലി കുളിക്കുക, ആവശ്യമില്ലാതെ ചെലവഴിക്കുക എന്നാണ്. അപ്പോൾ ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക. താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ 1 മയിൽ. കേകി ബർഹി എന്നിവ. കേകി ബർഹി മയിൽ. ആമ്പൽ. കുമുദം കൈരവമൊക്കെ ആമ്പലിൻ്റെ പര്യായങ്ങളാണ്. പൂവ് കുസുമം സൂനം. പൂവ് കുയിൽ കോകിലം പികം. അപ്പോൾ മയിൽ, കേകി, ബർഹി, ആമ്പൽ, കുമുദം, കൈരവം, പൂവ്, കുസുമം, സൂനം, കുയിൽ, കോകിലം, പികം. തല പ്ലസ് കെട്ട് ചേർത്തെഴുതിയാൽ തലക്കെട്ട്. തല പ്ലസ് ചേർത്തെഴുതിയാൽ തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ആർജവം. ആത്മീയം ഭൗതികം വരും. ആർജവം. 1 ആർജവം കൗടില്യം. 2 ആത്മീയം ഭൗതികം. ആദാനം പ്രധാനം. ആന്തരം ബാഹ്യം. അപ്പോൾ ആർജവം കൗടില്യം, ആത്മീയം ഭൗതികം, ആദാനം പ്രധാനം, ആന്തരം ബാഹ്യം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലാണ് നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലാണ് നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. മകളുടെ മകൻ ദൗഹിത്രനാണ്. ഭാര്യയുടെ പിതാവ് ശുശ്രുരൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സ്വാലൻ. അപ്പോൾ മകളുടെ മകൻ ദൗഹിത്രൻ, ഭാര്യയുടെ പിതാവ് ശുശ്രുരൻ, സഹോദരി പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ ഭർത്താവ് സ്വാലൻ. തെറ്റായ പദങ്ങൾ കണ്ടെത്തുക. ഐക്യമത്യം. 1ഉം 3ഉമാണ് തെറ്റ്. ഐക്യമത്യമല്ല, ഐകമത്യമാണ്. നിരൂപിക, വലുപ്പം എന്നിവ ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അസ്പൃശ്യൻ. രണ്ടാണ് ശരി. അസ്പൃശ്യൻ. സ്പർശിക്കാൻ പാടില്ലാത്തവൻ അസ്പൃശ്യൻ. ആചാര്യൻ എന്ന പദം ഏതുതരം ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനമാണ് ആചാര്യൻ.
ആചാര്യൻ പൂജക ബഹുവചനം. ശരിയായ മലയാള തർജ്ജമ ഏതാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി സംഭവിക്കുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഗുരുപാദരാണ് ഇതിലെ പൂജക ബഹുവചനമായിട്ട് വരുന്നത്. അനലൻ എന്ന വാക്കിൻ്റെ പര്യായപദം തീ. അനലൻ എന്ന വാക്കിൻ്റെ പര്യായപദം തീയാണ്. കാറ്റ്. അനലൻ പോലെ അനിലൻ ഒന്നുണ്ട്, അത് തെറ്റരുത്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, അനലൻ എന്ന് പറഞ്ഞാൽ തീ. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുറത്താക്കുക. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. പ്രായശ്ചിത്തമാണ് ശരി. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് തട്ടമാണ് പൂത്തട്ടം. പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. സമർത്ഥ. അവൻ, സമർത്ഥൻ, കേമൻ എന്നിവയ്ക്ക് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. സമർത്ഥ പുല്ലിംഗ പദമല്ല, സ്ത്രീലിംഗ പദമാണ്. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും. കയ്യാടിയെങ്കിലേ വായാടൂ, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും. ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം നിരാമയം. ആമയം വിപരീതം നിരാമയം. തിരു പ്ലസ് ഓണം തിരുവോണം. സന്ധി ഏത്? ആഗമസന്ധി. തിരു പ്ലസ് ഓണം, ഇവിടെ ഒരു വർണ്ണം വന്നിട്ടുണ്ട്. തിരു പ്ലസ് ഓണം തിരുവോണം. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഉൽപ്പതിഷ്ണു. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി നാരദക്രിയ. ഏഷണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഭിക്ഷുകി. ഭിക്ഷു, ഭിക്ഷുകി. താഴെ പറയുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഗജാശ്വങ്ങൾ ആണ് ദ്വന്ദ്വ സമാസം. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം സംയോഗം. വിയോഗം, സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. കാടിയായാലും മൂടി കുടിക്കണം, ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഏത്? ഗഗമാണ് പക്ഷിയുടെ പര്യായം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ദ്രോണർ. പൂജക ബഹുവചനം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്, നോക്കി വയ്ക്കുക. നമ്മൾ ബഹുമാനപൂർവ്വം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതിനാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ദ്രോണർ ഒരു വ്യക്തിയാണ്, നമ്മൾ ദ്രോണർ എന്ന് ബഹുമാനപൂർവ്വമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പരിഭാഷപ്പെടുത്തുക അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പൂർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പൂർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിൽ തെറ്റിദ്ധരുത്തി എഴുതുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. തെറ്റായ പദം എഴുതുക. അതിഥി. അതിഥിയുടെ തായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടായിരുന്നു ആ അതിഥി. ഫസ്റ്റ് താ ഇത്, തീയതിയുടെ താ ഫസ്റ്റും മറ്റേ താ സെക്കൻഡുമാണ് വരുന്നത്. അതിഥി. നാഗരികം എന്നതിൻ്റെ വിപരീത പദം ഗ്രാമീണം. നാഗരികം വിപരീതം ഗ്രാമീണം. യഥോചിതം പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതമാണ് യഥോചിതം. യഥാ പ്ലസ് ഉചിതം യഥോചിതം. ഒറ്റപ്പദമാക്കുക. പായ് കെട്ടാനുള്ള മരം പാമരം. പായ് കെട്ടാനുള്ള മരം പാമരം. തന്നിരിക്കുന്ന പദത്തിൻ്റെ എതിർലിംഗം ചകോരം ചകോരി. ചകോരം ചകോരി. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ്. ഇംഗ്ലീഷിലെ ചൊല്ലിനോട് സാമ്യമില്ലാത്തത്. ദ ഡേ ഹാസ് ഐസ് ആൻഡ് നൈറ്റ് ഇയേഴ്സ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നാണ് എൻ്റെ ഉത്തരം വന്നിരിക്കുന്നത്. കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തത്. ദർപ്പണം ആദർശം എന്നിവ കണ്ണാടിയുടെ പര്യായങ്ങളാണ്. മുകുളം കാർമുകമാണ് തെറ്റ്. ദർപ്പണം ആദർശം എന്നിവ കണ്ണാടിയുടെ പര്യായങ്ങളാണ്. മതി എന്ന പദത്തിന് നാനാർത്ഥമായി വരാത്തത്. പകലാണ്. ബുദ്ധി, തൃപ്തി, ചന്ദ്രനൊക്കെ മതി എന്ന പദത്തിൻ്റെ നാനാർത്ഥങ്ങളാണ്. നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം അങ്ങേയറ്റം വരെ എത്തുക. നെല്ലിപ്പടി കാണുക എന്ന ശൈലിക്ക് വരാവുന്ന അർത്ഥം അങ്ങേയറ്റം വരെ എത്തുക. ശരിയായ പദനില കണ്ടെത്തുക. സമ്രാട്ട്, തത്വം, കഥനം എന്നിവയാണ് ശരിയായത്. മറ്റതിലൊക്കെ വാക്ക് തെറ്റി വരുന്നുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. മറ്റതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ടു ബിഫോർ ഐ സ്ലീപ്പ്. വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം വിജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വിജിഗീഷു. ശരിയായ പര്യായപദം രേഖപ്പെടുത്തിയ പദനിര കണ്ടെത്തുക. 2. ഗഗനം, നഭസ, വ്യോമം എന്നിവ ആകാശത്തിൻ്റെ പര്യായങ്ങളാണ്. ഗഗനം, നഭസ, വ്യോമം.
ഗഗനം, നഭസ്, വ്യോമം. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ആധിക്യം. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി ഏത്? കൊടുമ്പിരി കൊള്ളുക. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലിയാണ് കൊടുമ്പിരി കൊള്ളുക. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപം ഏത്? അധ്യാപകർ. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ വചന പ്രത്യയം ചേർന്ന രൂപമാണ് അധ്യാപകർ. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ രണ്ട് പദങ്ങൾ ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടക പദങ്ങളാക്കാൻ കഴിയുന്ന പദം രൂപഭാവങ്ങൾ. രൂപം ഭാവം രണ്ട് പദങ്ങളാണ്. വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടി പാർക്കുന്ന എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥൻ. ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനല്ല ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? അലിംഗ ബഹുവചനമാണ് മലയാളികൾ. അപ്പോൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും. ലിംഗം നിശ്ചയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അലിംഗ ബഹുവചനം. ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം അധോഗതിയാണ്. ഉൽഗതി വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലര് പ്ലസ് അമ്പനാണ് മലരമ്പൻ. മലര് പ്ലസ് അമ്പൻ മലരമ്പൻ. രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ക്ഷണപ്രഭ. ക്ഷണപ്രഭ. നിശ, ത്രിയാമ, ക്ഷണത എന്നിവയ്ക്ക് രാത്രിയുടെ പര്യായങ്ങളാണ്. ക്ഷണപ്രഭയാണ് തെറ്റ്. നിശ, ത്രിയാമ, ക്ഷണത എന്നിവയ്ക്ക് രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീറ് എന്ന പദം പിരിച്ചെഴുതിയാൽ വെൺ പ്ലസ് നീറാണ് വെണ്ണീറ്. വെൺ പ്ലസ് നീറ് വെണ്ണീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. ഫസ്റ്റത്തേതാണ് തീയതിയുടെ തീ. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. 2, 4. കൈയാടിയാലേ വായാടൂ, പനിക്ക് പട്ടിണി എന്നിവ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏതാണ്? ബ്ലൂ ബ്രെഡ് ഉന്നത കുലജാതൻ ശരിയാണ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം അതും ശരിയാണ്. പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ അത് ശരിയാണ്. റെഡ് ലെറ്റർ ഡേ അവസാന ദിവസം അത് തെറ്റാണ്. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ മെമ്മറബിൾ ഡേ ആണ്. മെമ്മറബിൾ ഡേ അതായത് ഓർമ്മിക്കാൻ പറ്റിയ ഒരു ദിവസം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു, വലിയ മേന്മ നടിക്കുക എന്നതാണ് അകത്തമ്മ ചമഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അകത്തമ്മ ചമയുക, വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നതിനായി കാണപ്പെട്ടു. അതിവാചാലൻ എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് അന്തസ്. അന്തസ് ആണ് ശരിയായ വാക്യം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് അന്തസ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. നശ്വരം. അനശ്വരം വിപരീതം നശ്വരം. നദിയുടെ പര്യായം അല്ലാത്ത പദം പയോധം. ദീപാവതി, ദ്വീപവതി, സ്രോതസ്, ധുനിയൊക്കെ നദിയുടെ പര്യായങ്ങളാണ്. പയോധം തെറ്റാണ്. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക്മയമാണ് വാക്ക് പ്ലസ് മയം വാഗ്മയം. പലവുരു പിരിച്ചെഴുതുക. പല പ്ലസ് ഉരുവാണ് പലവുരു. പല പ്ലസ് ഉരു പലവുരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപമാണ് ദ്വിവചനം. മലയാളത്തിലെ ഏകവചനം ബഹുവചനം മാത്രമാണുള്ളത്. സംസ്കൃതത്തിലുള്ളത് ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബി. മലാല യൂസഫ്സായിയുടെ ആത്മകഥയാണ് ഞാൻ മലാല. മലാല അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽബി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്നതാണ് ശരി. അടുത്തത് പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ പക്ഷി മൃഗം ആദിയായവ. പക്ഷി മൃഗം ആദിയായവ. പക്ഷി മൃഗാദികൾ. താഴെ തന്നിട്ടുള്ളതിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏത്? ദ്രോണർ. ഇത് പൂച്ചക ബഹുവചനത്തിൽ വരുന്ന ഒരു ബഹുമാനപൂർവ്വം വരുന്നതാണ്. താഴെ തന്നിട്ടുള്ള ബഹുമാനപൂർവ്വമാണ് ദ്രോണർ എന്ന് വിളിക്കുന്നത്. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. നിറപറ, എരുത്തി, ഉരക്കല്ല് എന്നിവയൊക്കെ ഒരു സന്ധിയിൽ വരുന്നതാണ്. നിറപറ, എരുത്തി, ഉരക്കല്ല്. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഇള. ഭൂമി എന്നർത്ഥം വരുന്ന പദമാണ് ഇള. ഇള, ഭൂമി. കൂട്ടത്തിൽ പെടാത്ത ജോഡി ജ്ഞാനം വിജ്ഞാനം. ആയം വ്യയം, ആരോഹണം അവരോഹണം, തമസ് ജ്യോതിസ് എന്നിവയൊക്കെ വിപരീത പദങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ വിപരീതം അജ്ഞാനമാണ്, വിജ്ഞാനമല്ല. ആയം വ്യയം, ആരോഹണം അവരോഹണം, തമസ് ജ്യോതിസ് എന്നിവയ്ക്ക് വിപരീത പദങ്ങളാണ്. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിൻ്റെ സമാനമായ പദം ഭഗീരഥ പ്രയത്നം. പരിണാമത്തെ കുറിക്കുന്നത് എന്നതിന് പാരിമാണികമാണ്. പരിണാമത്തെ കുറിക്കുന്നത് പാരിമാണികം. ശരിയായ വാക്യം
ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഞായർ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. സുധാകരൻ. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ്റെ പര്യായങ്ങളാണ് പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ എന്നിവയ്ക്ക്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. സ്വാദിഷ്ടമാണ്. സ്വാദിഷ്ടം. ഇതാണ് സ്വാദിഷ്ടത്തിന്. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഭാഗം. സിംഹഭാഗം എന്ന് പറഞ്ഞാൽ വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ജനകൻ. അച്ഛൻ, ജനകൻ. സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം. സ്മരിക്കുക, വിസ്മരിക്കുക. സ്മരിക്കുക വിപരീതം വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ വെൻ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം. വെൻ പ്ലസ് ചാമരം, വെഞ്ചാമരം. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി. വിദ്വാൻ, വിദുഷി. താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത്. ഭാഗവതർ. മർത്യർ, സമർത്ഥർ, ആസ്വാദകരൊക്കെ ബഹുവചനങ്ങളാണ്. ഭാഗവതർ നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. നിത്യാഭ്യാസി ആനയെ എടുക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. ശോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ശുഭിതൻ. ശോഭിച്ചവൻ, ശുഭിതൻ. ലോപസന്ധിക്ക് ഉദാഹരണം എഴുതുക. വന്നില്ല. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. നദി എന്ന പദത്തിന് സമാനമായ പദം വാഹിനി. ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരശ്ചീനമാണ് ശരി. തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. താങ്കൾ പൂജക ബഹുവചനമാണ്. മിടുക്കർ, കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ ബഹുവചന രൂപങ്ങളാണ്. താങ്കളാണ് പൂജക ബഹുവചനം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്നത് ദിദൃശു. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃശു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു എന്നതാണ് പ്രയോജക ക്രിയ. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം അവരോഹണം. ആരോഹണം വിപരീതം അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൻ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതിയാൽ വിണ്ടലം. വിൻ പ്ലസ് സ്ഥലം, വിണ്ടലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. അവൾ, മകൾ, സമർത്ഥ. മിടുക്കനാണ് പുല്ലിംഗം. മറ്റേതൊക്കെ സ്ത്രീലിംഗ രൂപങ്ങളാണ്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിനെ യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിനെ യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും. പാണിയും പാദവുമാണ് പാണിപാദം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? അധ്യാപകർ. അപ്പോൾ സ്വാമികൾ, ജ്യോത്സ്യർ, വൈദ്യർ എന്നിവയ്ക്ക് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. പൂജക ബഹുവചനം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അത് നന്നായിട്ട് നോക്കുക. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം വണ്ട് എന്നതിൻ്റെ പര്യായങ്ങളാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം എന്നിവയെല്ലാം വണ്ടിൻ്റെ പര്യായ പദങ്ങളാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? അനുഗൃഹീതനാണ് ശരിയായത്. അനുഗൃഹീതൻ. യാദൃച്ഛികം, അതിഥി, അഞ്ജലി എന്നിവയെല്ലാം തെറ്റിയിട്ടാണ് എഴുതുന്നത്. യാദൃച്ഛികത്തിന് ച, അച്ഛൻ എന്നുള്ളതിൻ്റെ ച വേണം. അതിഥിക്ക് തീയതിയുടെ ത. അഞ്ജലി ഞ ഫസ്റ്റും ജ സെക്കൻഡുമാണ് വരേണ്ടത്. പിരിച്ചെഴുതുക. വിൺതലം. വിൻ പ്ലസ് തലമാണ് വിൺതലം. ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ, കന്മതിൽ. കൽ പ്ലസ് മതിൽ, കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? പ്രയോജനമില്ലാത്ത വസ്തു. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക. ഉന്മീലനം. നിമീലനമാണ്. ഉന്മീലനം വിപരീതം നിമീലനം. ഉന്മീലനം വിപരീതം നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. ശരിയായ പദപ്രയോഗം ഏത്? 10 തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. 1ഉം 3ഉം ശരിയാണ്. 10 തെങ്ങ്, 100 പുസ്തകം എന്ന് പറയും. എണ്ണം പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ തെങ്ങുകൾ എന്നുകൂടി കൂട്ടേണ്ട ആവശ്യമില്ല. 10 തെങ്ങ്, 100 പുസ്തകം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നേത്രി. നേതാവ്, നേത്രി. മിന്നാമിനുങ്ങ് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ്? തൈജസകീടം, ഗദ്യോതം എന്നിവയാണ് മിന്നാമിനുങ്ങിൻ്റെ പര്യായങ്ങൾ. തൈജസകീടം, ഗദ്യോതം. ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം വഞ്ചകൻ. ഫടൻ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ. ഫടൻ, വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം. അർത്ഥം, വിത്തം എന്നിവയ്ക്ക് ധനം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ്. അർത്ഥം, വിത്തം. ശരിയായ വാക്കുകൾ ഏവ? രക്ഷകർത്താവ്, ഹാർദം എന്നിവയാണ് ശരിയായ വാക്കുകൾ. രക്ഷാകർത്താവ്, ഹാർദം. ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ഫാഷൻ മോങ്കർ, അഴകിയ രാവണൻ. അഴകിയ രാവണനാണ് ഫാഷൻ മോങ്കർ. കഥയുടെ പ്രധാനമായ അംശം ഏതാ? കഥാസാരം. കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. പിൽക്കാലം, കണ്ണീര് എന്ന പദങ്ങൾ പിരിച്ചെഴുതുന്നത്.
പിൻ പ്ലസ് കാലവും കൺ പ്ലസ് നീരുമാണ് ശരി. പിൻ പ്ലസ് കാലം പിൽക്കാലം, കൺ പ്ലസ് നീര് കണ്ണീര്. പിൻ പ്ലസ് കാലം പിൽക്കാലം, കൺ പ്ലസ് നീര് കണ്ണീര്. അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. വിപരീത പദം എഴുതുക. വിയോഗം വിപരീതം സംയോഗം. വിയോഗം വിപരീതം സംയോഗം. ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം പക്ഷി. പക്ഷിയുടെ പര്യായ പദമാണ് വിഹകം. ചേർത്തെഴുതുക. ദു പ്ലസ് ജനം ദുർജനം. ദു പ്ലസ് ജനം ദുർജനം. ശരിയായ ജോഡി ഏത്? മഞ്ഞ്, നീഹാരം, തുഷാരം. മഞ്ഞ്, നീഹാരം, തുഷാരം എന്നിവ മഞ്ഞിൻ്റെ പര്യായങ്ങളാണ്. മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ, ഭൃത്യൻ. ഭൃത്യ എന്നുള്ളതിൻ്റെ പുരുഷലിംഗമാണ് ഭൃത്യൻ. പിരിച്ചെഴുതുക. അവൻ, ആ പ്ലസ് അന്നാണ് അവൻ. ശരിയായ പദം എഴുതുക. ആഖ്യാനം. ആഖ്യാനത്തിൻ്റെ ഗ ശ്രദ്ധിക്കുക. ആഖ്യാനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന സൂചന നൽകപ്പെടുന്ന പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ശരിയായ രൂപം. കയ്യെഴുത്ത്. കയ്യെഴുത്ത് എന്നത് ശരിയായി എഴുതുന്നത് എങ്ങനെയാണ്? കയ്യെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെല് പ്ലസ് മണിയാണ് നെന്മണി. നെല് പ്ലസ് മണി നെന്മണി. വ്യാകരണം അറിയുന്നവൻ എന്നർത്ഥം വരുന്നത് വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനമാണ് ചിലർ. ചിലർ എന്ന് പറഞ്ഞാൽ അതിൽ പുരുഷന്മാരും സ്ത്രീകളും വരുന്നതുകൊണ്ട് തന്നെ അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവത്തിൻ്റെ പുടമാണ് പല്ലവപുടം. പല്ലവപുടം പല്ലവത്തിൻ്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്, പ്രാലേയം. മഞ്ഞിൻ്റെ പര്യായമാണ് പ്രാലേയം. മഞ്ഞ്. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഏണം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം മഞ്ഞ്, മാൻ, ഏണം. അടുത്തത് ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. മറ്റേതെല്ലാം ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം കുപ്രസിദ്ധം. സുപ്രസിദ്ധം വിപരീതം കുപ്രസിദ്ധം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം അവസാനിപ്പിക്കുക. ധനാശി പാടുക അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എനിക്ക് 10 തേങ്ങ വേണം എന്നതാണ് ശരി. ഉന്നമ്രം എന്ന പദം ശരിയായി എഴുതിയത് ഉത് പ്ലസ് നമ്രമാണ്. ഉന്നമ്രം. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്നത് കച്ചപ്പമാണ് ആമ. കച്ചപ്പം ആമ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുക. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ്? സ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമാണ് സ്വാമികൾ. അവരജൻ എന്നതിൻ്റെ വിപരീത പദമാണ് അഗ്രജൻ. അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഉദ്ഗ്രഥിതമാണ്. ശരിയായത് ഉദ്ഗ്രഥിതം. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ് ഭ്രാതാവ് ഭഗിനി. ഭ്രാതാവ് പറഞ്ഞാൽ ജ്യേഷ്ഠൻ. ഭഗിനി ജ്യേഷ്ഠത്തി. ഭ്രാതാവ് ഭഗിനി. പൂരണി തദ്ധിതത്തിന് ഉദാഹരണം ഒന്നാമനാണ്. പൂരണി തദ്ധിതത്തിന് ഉദാഹരണം വരുന്നത് താമര പ്ലസ് കുളം വരുന്ന സന്ധി നമ്മൾ നേരത്തെ പറഞ്ഞു ദ്വിത്വസന്ധി. താമരക്കുളം എന്നിവരും ചേർത്ത് എഴുതുമ്പോൾ കാവർണം കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ദ്വിത്വസന്ധി വരുന്നു. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. മറ്റെല്ലാം ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക, വളരെ സംഗ്രഹിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക പറയുമ്പോൾ വളരെ സംഗ്രഹിക്കുക, അതായത് ചുരുക്കി പറയുക. സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് സോമൻ. ചന്ദ്രൻ്റെ പര്യായ പദമാണ്. ആദിത്യൻ, അരുണൻ, ആര്യമാവ എന്നിവയ്ക്ക് സൂര്യൻ്റെ പര്യായങ്ങളാണ്. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്തെ. ഒ. വി. വിജയൻ്റെ കടൽ തീരത്തെ എന്ന കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആയിരുന്നത്. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ക്രോക്കഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീർ ക്രോക്കഡൈൽ ടിയേഴ്സ്. അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം അക്ലീസ് ഹീൽ. അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം അക്ലീസ് ഹീൽ. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗരൂപം വിദ്വാനാണ്. വിദ്വാൻ വിദുഷി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യർ.
വൈദ്യരാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായം അല്ലാത്ത പദം മധുപൻ. മധു, പീയൂഷം, അമൃതം ഒക്കെ തേനിൻ്റെ പര്യായങ്ങളാണ്. മധുപൻ വണ്ടാണ്. തേനിന് പര്യായം അല്ലാത്തത് മധുപൻ. മധു, പീയൂഷം, അമൃതം എന്നിവയ്ക്ക് തേനിൻ്റെ പര്യായങ്ങളാണ്. വാഗതീതം പ്ലസ് വാക്ക് പ്ലസ് അതീതമാണ് വാഗതീതം. വാക്ക് പ്ലസ് അതീതം വാഗതീതം. കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഉറക്കുന്നു. കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തതാണ് ഉറക്കുന്നു. സ്നേഹധനൻ ഏത് സമാസമാണ്? ബഹുവ്രീഹി സമാസമാണ് സ്നേഹധനൻ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം വർഗാക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണ്? വർഗാക്ഷരങ്ങൾ. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? പറഞ്ഞയച്ചവൻ. പ്രേക്ഷകൻ കാഴ്ചക്കാരൻ, പ്രേക്ഷകൻ പറഞ്ഞയച്ചവൻ. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത പദം ഏതാണ്? പട്ടുശീല. തിരശീല, മടിശീല, കുടശീലയൊക്കെ ദ്വിത്വസന്ധിയാണ് വരുന്നത്. പട്ടുശീല വേറെ സന്ധിയിലാണ് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ഈ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. മറ്റേത്